ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സിനകത്തുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 8 മാർക്കിൻ്റെ എസ്എ ചോദ്യമാണ്. ഏത്? സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫങ്ഷൻസിനെ പറ്റിയിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറുതായിട്ട് സെൻട്രൽ ബാങ്കിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കത് സിമ്പിളായിട്ടാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, നമുക്ക് ആദ്യമേ എഴുതാം. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെ, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെ. ഇനി നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് ഏതെന്ന് പറയുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ. നിങ്ങൾ RBI എന്ന് എഴുതേണ്ട, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഫുൾ ഫോമിൽ തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI എന്ന് പറയുന്നത്. ദെൻ RBI ഇന്ത്യയിൽ നിലവിൽ വന്നത് 1935 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് ഫങ്ഷൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ 8 ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ്, ഈ 8 പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി 8 മാർക്കിനല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു 5 മാർക്കിനോ ഒക്കെ ഷോർട്ടസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിലും ഈ 8 പോയിന്റ്സ്, സബ് ടോപ്പിക്സുകൾ, ഈ ഫങ്ഷൻസ് എഴുതാണ്ടിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളും ഇനി ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, നമുക്ക് നോക്കിയാൽ ഓരോന്നായിട്ട്. ഇഷ്യൂ ഓഫ് കറൻസി ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ബാങ്കിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനാണ് ഇത്, ഇഷ്യൂ ഓഫ് കറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഈ കറൻസി നോട്ടുകൾ ഉണ്ടല്ലോ, കറൻസി നോട്ടുകളെല്ലാം പ്രിന്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുക, അല്ലെ. പ്രിന്റ് ചെയ്ത മീൻസ് അച്ചടിച്ച് ഇറക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ RBI ആണ് എന്ത് ചെയ്യുന്നത്? കറൻസി നോട്ടുകളെല്ലാം പ്രിന്റ് ചെയ്ത് ഇറക്കുന്നത് ആണല്ലോ. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കുക, ₹1 നോട്ട് ഒഴികെയുള്ള ബാക്കി നോട്ടുകളാണ് എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്ത് ഇറക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ ആ രീതിയിൽ എഴുതിയാൽ മതി. എന്താണ്? കറൻസികൾ എന്ത് ചെയ്യുക? കറൻസി നോട്ടുകൾ, ₹1 നോട്ട് എന്താണ് ഒഴികെയുള്ള ബാക്കി കറൻസി നോട്ടുകളെല്ലാം പ്രിന്റ് ചെയ്ത് ഇറക്കുക, മീൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്, ഇഷ്യൂ ഓഫ് കറൻസി. രണ്ടാമത്തതാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, ബാങ്കുകളുടെ ഒരു ബാങ്കാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഇപ്പോൾ ഇന്ത്യ ബേസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ RBI. ഓക്കെ, അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാലോ കുറേ കുഞ്ഞു ബാങ്കുകളുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പോലെയുള്ള ബാങ്കുകൾ, പിന്നെന്താണ് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്, അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകളെല്ലാത്തിൻ്റെയും ഒരു ഹെഡാണ് നമ്മുടെ RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഈ സെൻട്രൽ ബാങ്ക് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ഫണ്ടുകൾ കൊടുക്കാറുണ്ട്. അവരെ പല സമയത്തും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള രീതിയിൽ സഹായിക്കാറുണ്ട്, അഡ്വൈസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എല്ലാ ബാങ്കുകളുടെ ഒരു ഒറ്റ ബാങ്കാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ബാങ്കേഴ്സ് ബാങ്കിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഫംഗ്ഷനാണ് ബാങ്കർ ടു ദ ഗവൺമെന്റ്. ഓക്കെ, അതായത് എന്താണ്? ഗവൺമെന്റിന്റെ ബാങ്കറാണ്. അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ ഗവൺമെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൻട്രൽ ബാങ്ക് പല സമയത്തും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പലതരത്തിലുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റുമായിട്ട് നല്ലൊരു റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ബാങ്കറാണ് ആര്? നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് വരുന്നതാണ് കൺട്രോളർ ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നു. ഇത് ഈസിയാണ്, നമുക്കറിയാം. നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് എന്താണ് ഇപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല സിറ്റുവേഷൻസ്, അല്ലെ. പല സമയത്തും പല രീതിയിലാവും. ചിലപ്പോൾ ഇൻഫ്ലേഷൻ വരാം, ഡീഫ്ലേഷൻ വരാം. അങ്ങനെ മൊത്തത്തിലൊരു സാമ്പത്തികമായിട്ട് ഒരു അസന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ നേരെയാക്കുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, അതായത് നമ്മുടെ എക്കോണമിക്കകത്ത് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ അങ്ങനെയുള്ള പലതരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത്, അതിനെ ബാലൻസ് ചെയ്ത് നമ്മുടെ എക്കോണമിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ RBI ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ മോണിറ്ററി പോളിസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. ഓക്കെ, അപ്പോൾ അതായത് ഈ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക് എടുക്കുന്നത്, മീൻസ് നമ്മുടെ RBI എടുക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ 4 ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത 5ാമത് വരുന്നതാണ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച്
ആയിട്ട് ഒരു ഫണ്ട് കാണുമല്ലോ. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ എന്താണ് സേവ് ചെയ്ത് വെക്കുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡ് റിസർവ് ഒക്കെ ഉണ്ടല്ലോ, ഗോൾഡ് റിസർവ്സ് എല്ലാം ആരാണ് സൂക്ഷിച്ച് വെക്കുന്നത്? നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ RBI ആണ് എന്ത് ചെയ്യുന്നത്? അതെല്ലാം എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയൻ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം അതിൻ്റെ കൺട്രോൾ എല്ലാം ആരുടെ കയ്യിലാണ് വരുന്നത്? സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലാണ് വരുന്നത്. ഇനി 6ാമത്തെ പോയിന്റ് ആണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഈ പലതരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു അവസാനത്തെ ഒരു എന്താ പറയുക, ഒരു ആശ്രയമാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയല്ലോ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, ഒരു കടബാധ്യതയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വേറെ ആരുടെങ്കിലും പോയിട്ട് എന്ത് ചെയ്യും? ക്യാഷ് നമ്മൾ കടം വാങ്ങും അല്ലേ? അപ്പോൾ ആ രീതിക്ക് ബാങ്കുകൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ പരമായിട്ട് ഇഷ്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യാണ്? ഈ ബാങ്കുകളെല്ലാം ആരെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBIനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അതായത് അപ്പോൾ ആ ടൈമിൽ മീൻസ് ഏതൊരു അവസരത്തിലും എന്ത് ചെയ്യാറുണ്ട്? സെൻട്രൽ ബാങ്ക് അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഇതാണ് ആർക്കുള്ളത്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് അത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ഫൈനാൻഷ്യൽ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? സെൻട്രൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് സെൻട്രൽ ബാങ്കിൻ്റെ പക്കൽ നിന്ന് അസിസ്റ്റൻസ് സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഏറ്റവും അവസാനം ഈ ഓടി ചെല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? 7ാമത്തെ പോയിന്റ് ആണ് നാഷണൽ ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, നാഷണൽ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ, ഇങ്ങനെയുള്ള ബാങ്കുകൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ബാങ്കുകൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ഇതിനെയൊക്കെ സോൾവ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. അതാണ് നാഷണൽ ക്ലിയറിംഗ് ഹൗസ്. അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസിനൊക്കെ ക്ലിയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്, RBI ആണ്. ഓക്കെ, അതാണ് നാഷണൽ ക്ലിയറിംഗ് ഹൗസ് എന്ന് കൂടി നമ്മൾ സെൻട്രൽ ബാങ്കിനെ വിളിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പല റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിങ്, കറൻസി, ഫിനാൻസ്, ഓക്കെ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എന്താണ് ടേംസുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നമുക്കിത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു essay ചോദ്യമാണ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടെങ്കിലും വരാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ 8 ഫംഗ്ഷൻസും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI, 1935 വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി അതിൻ്റെ ഫംഗ്ഷൻസ് 8 പോയിന്റ് നിങ്ങൾ പഠിക്കുക, എക്സ്പ്ലനേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാർക്ക് അനുസരിച്ച് എഴുതുക കേട്ടോ. പക്ഷേ ഈ പോയിന്റ്സ് ഇത്രയും വരണം. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് കറൻസി ആണ് ഫസ്റ്റ് പറയുന്നത്. എന്താണ്? കറൻസി നോട്ടുകളെല്ലാം പ്രിന്റ് ചെയ്ത് ഇറക്കുക എന്നുള്ളത്. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പലതരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ ഒരു ബാങ്ക് ആണ്. ഓക്കെ, പല ബാങ്കുകളുടെ ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. കാരണം അവർ പല സമയത്തും കൺട്രോൾ ചെയ്യാറുമുണ്ട്, അസിസ്റ്റ് ചെയ്യാറുമുണ്ട്. ഇനി ബാങ്കർ ടു ദ ഗവൺമെന്റിനെ പല ടൈമിൽ എന്ത് ചെയ്യാറുണ്ട്? അഡ്വൈസ് ചെയ്യും, നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ ഒരു ബാങ്കറായിട്ട് പറയാം. കൺട്രോളർ ഓഫ് മണി സപ്ലൈ, നമ്മുടെ എക്കോണമിയിൽ പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ എക്കോണമിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി എന്താണ് മെഷേഴ്സ് എടുക്കുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം സംരക്ഷിച്ച് വെക്കുന്നത്, അതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ ആണ് ആരെന്ന് പറയുന്നത്? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് പറയുന്നത്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളെല്ലാം ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ സെൻട്രൽ ബാങ്കിനെയാണ്. ഓക്കെ, അതായത് അവരെ എന്താണ് അത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. സോ ദാറ്റ് ഈസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആൻഡ് നാഷണൽ ക്ലിയറിംഗ് ഹൗസ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും ക്ലാഷ് ഒക്കെ വരുന്ന സമയത്ത് അതെല്ലാം ക്ലിയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. ഇനി പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബാങ്കിങ്, കറൻസി, ഫിനാൻസ് പരമായിട്ടുള്ള അതുമായിട്ടൊക്കെ ബേസ് ചെയ്ത് വരുന്ന പല റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഓൺ സെൻറ്റൻസിൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. കാണാപ്പാഠം പഠിക്കേണ്ട, ജസ്റ്റ് ഓൺ സെൻറ്റൻസിൽ എക്സ്പ്ലനേഷൻ എഴുതുക. പക്ഷേ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ?